ഹേ ഗായ്സ്, ഈ ട്രെയിനിൽ ഞാൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാമോ? ഇതാണ് നമ്മുടെ തൃശ്ശൂർ പൂരം കാണാനുള്ള പൊക്ക് ഗായ്സ്. ഇന്ന് ഏപ്രിൽ 19, 2024 തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ട്രെയിൻ ഇറങ്ങി. അവിടെ നിന്ന് നേരെ പോവുകയാണ് നമ്മുടെ തൃശ്ശൂർ പൂരം കാണാനായിട്ട്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് അവിടെ ഉണ്ട് കേട്ടോ. അതായത് എൻ്റെ ഒരു കൂട്ടുകാരൻ അവിടെ ബിസിനസ് ചെയ്യുന്നുണ്ട്. സോ അവനെ കാണാനാണ് ആദ്യം ഞാൻ പോകുന്നത്. സോ ഒരു ബസ് കയറി നേരെ അവൻ പറഞ്ഞ സ്പോട്ടിൽ ചെന്ന് ഇറങ്ങിയപ്പോഴേക്കും എന്നെ പിക്ക് ചെയ്യാനുള്ള ആൾ വന്നു ഗൈസ്. എൻ്റെ കോലം കണ്ടിട്ട് നിങ്ങൾക്ക് വെറൈറ്റി വല്ലതും തോന്നുന്നുണ്ടോ? നമ്മുടെ ഷോർട്സ് കണ്ടവർക്ക് തോന്നുന്നില്ല. പച്ചത്താടിയാണ് ഗൈസ്. പൂരമല്ലേ, പൂരം പൊളിക്കണ്ടേ ഗൈസ്. ആദ്യം എല്ലാവരും കൂടെ ചേർന്നൊരു കാപ്പി കൂടി. അതിനായിട്ട് നേരെ ഹോട്ടലിലെത്തി കാപ്പി കുടിച്ചു, വയറൊക്കെ ഫുള്ളാക്കി. എന്നിട്ട് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. അവിടെ നിന്ന് ഇറങ്ങി നേരെ തൃശ്ശൂർ റൗണ്ട് എത്തി. മെയിൻ റൗണ്ടല്ല കേട്ടോ, നിങ്ങൾ തൃശ്ശൂർ പോയിട്ടുള്ളവർക്കറിയാം ഇത് ഏത് റൗണ്ടാണെന്ന്. സോ മെയിൻ റൗണ്ടിൻ്റെ തൊട്ടടുത്താണ്, ഇതിനടുത്താണ് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തിരുന്നത് ഗൈസ്. സോ അവിടെ എത്തി. നമ്മൾ ഈ അടിച്ചുകൊണ്ടിരിക്കുന്ന ബലൂൺ, കാറ്റടിച്ച് കയറ്റുന്ന ബലൂൺ ഉണ്ടല്ലോ, അതാണ് നമ്മുടെ പരസ്യം നമ്പർ 1. പിന്നെ നമ്മുടെ ഈ തലയിൽ വെച്ചിരിക്കുന്ന ക്യാപ്പ് ഉണ്ടല്ലോ, ഹാഫ് ക്യാപ്പ്. സോ ഈ സാധനവും അതിൻ്റെ ആണ് നമ്മുടെ ലൂയി ഗ്രൂപ്പിൻ്റെ, അതായത് എൻ്റെ കൂട്ടുകാരൻ്റെ ബിസിനസ്സിൻ്റെ പേരാണ് കേട്ടോ, ലൂയി. സോ പച്ച തടിയും കൊണ്ട് നമ്മൾ ഇറങ്ങി ഗൈസ്. കുറേ ഫോട്ടോയൊക്കെ എടുത്തു. കുറച്ച് ബസ്സുകാർ വന്ന് ബലൂൺ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കുഞ്ഞുങ്ങളും നമ്മുടെ കയ്യിൽ നിന്ന് വന്ന് ബലൂൺ നൈസിൽ വന്ന് വാങ്ങുന്നുണ്ടായിരുന്നു. സോ അവരും കൊണ്ടുപോകുന്ന കൂട്ടത്തിൽ ഞങ്ങളും കൊണ്ടുപോകുന്നു. നമ്മൾ നേരെ അടുത്ത് പൂരപ്പറമ്പിലേക്ക്, അതായത് തൃശ്ശൂർ പൂരം നടക്കുന്ന അതേ പറമ്പിലേക്ക് എത്താനായിട്ട് ഉള്ള ശ്രമത്തിലാണ്. ആദ്യം പോലീസുകാർക്ക് ക്യാപ്പ് കൊടുക്കാമെന്ന് വിചാരിച്ചു. നൈസിലെ അവൻ തന്നെ, ജിഫിൻ തന്നെ പോയി നേരെ ക്യാപ്പ് കൊടുത്തു. അത് കഴിഞ്ഞ് ദൂരത്ത് കാണുന്നുണ്ടോ, അതാണ് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രം ഗൈസ്. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ എത്തി. ഏകദേശം ഒരു പടയുണ്ട്. അവൻ്റെ ടീഷർട്ടാണ്. സോ അവൻ്റെ കമ്പനിയുടെ ലോഗോ പതിപ്പിച്ച ടീഷർട്ട് നമുക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് അവർ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതും ഇട്ടുകൊണ്ടായിരുന്നു നമ്മുടെ കലാപരിപാടികൾ ആരംഭിച്ചത്. ആദ്യം വൈറലാവാനുള്ള കുറച്ച് ടിപ്പുകൾ നമ്മളൊന്ന് ട്രൈ ചെയ്തു. അതായത് പോലീസ് ഏത് വീഡിയോയിൽ വന്നാലും വൈറലാണല്ലോ അല്ലേ. സോ നമ്മുടെ കയ്യിൽ ബലൂണും ക്യാപ്പും മാത്രമല്ല കേട്ടോ, കുടിവെള്ളം ഉണ്ടായിരുന്നു, മിനറൽ വാട്ടർ. സോ അത് നമ്മുടെ നാടിന് വേണ്ടി ജോലി ചെയ്യുന്ന നമ്മുടെ പോലീസുകാർക്കും കൂട്ടത്തിൽ നമ്മുടെ സാധാരണ ജനങ്ങൾക്കും നമ്മളവിടെ സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നേരെ നമ്മൾ പോയത് എങ്ങോട്ടാണെന്ന് അറിയാമോ ഗൈസ്? പൂരം നടക്കുന്ന ഗ്രൗണ്ടിലേക്കാണ് ഗൈസ്. മൊത്തം പോലീസായിരുന്നു, ഇഷ്ടംപോലെ പോലീസുകാരുണ്ടായിരുന്നു നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ്. സോ വലിയ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മൾ പൂരം നടക്കുന്ന ഗ്രൗണ്ടിലേക്ക് എത്തി ഗൈസ്. ഗ്രൗണ്ട് നിറച്ച ആളുണ്ടായിരുന്നു. നിറച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിക്കി തിരക്കി അങ്ങനെ ഇടിച്ച് അങ്ങോട്ട് പരസ്പരം ഇടിച്ചിടിച്ച് പോകേണ്ട ആവശ്യം ഇവിടെ ഞാൻ നിൽക്കുന്നിടത്തില്ല. എന്നാൽ ക്ഷേത്രത്തിൻ്റെ അങ്ങോട്ട് പോവുകയാണെങ്കിൽ ക്ഷേത്രത്തിൻ്റെ അടുത്ത് നല്ല തിരക്കാണ് ഗൈസ്. അവിടെ കുത്തി ഞെരുങ്ങിയാണ് പോകുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടാൽ മനസ്സിലാവും എന്തുമാത്രം ആളുണ്ടെന്ന്. നമ്മൾ ചെന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ആദ്യം 3 ആനകളാണ് ഗൈസ് അവിടെ നിന്ന് വരുന്നത് നമ്മൾ കണ്ടത്. സോ ഞാൻ ആദ്യമായിട്ടാണ് തൃശ്ശൂർ പൂരം കാണാൻ വേണ്ടിയിട്ട് പോയതും കാണുന്നതും. സോ നല്ല രസമുണ്ടായിരുന്നു ഗൈസ്. ആന ഞാൻ അടുത്തെത്തിയപ്പോൾ ആനയുടെ ഫ്രണ്ട് ചെണ്ടമേളവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇത് നേരിട്ട് കാണേണ്ട ഒരു വൈബ് കാഴ്ചയാണ്. പിന്നെ നട്ടുച്ച വെയിലത്ത് പൊരിഞ്ഞ് നിന്ന് കാണുന്നത് അത്ര നല്ല സുഖമുള്ള പരിപാടിയൊന്നുമല്ല. ഒരു AC കാറിനകത്തിരുന്നോ ഇല്ലെങ്കിൽ നല്ല തണുത്ത കാറ്റുള്ള സമയത്തോ കണ്ടു കഴിഞ്ഞാൽ വേറെ ലെവലാണ്. പിന്നെ കണ്ണിന് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ കാണുന്നത് പോലെ അല്ല കേട്ടോ. ഏതായാലും ആനയ്ക്ക് ചുറ്റും നല്ല കട്ടിയുള്ള വടം പിടിച്ച ഫോറസ്റ്റുകാരാണോ ഇനി തണ്ടർ ബോൾട്ടാണോ എങ്ങനെയാണെന്ന് അറിയത്തില്ല, അവരുണ്ടായിരുന്നു. ആനപ്പാപ്പാമാരുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. മുത്തുക്കുട ആനയുടെ മേലെ ഉണ്ടായിരുന്നു. അങ്ങനെ നെറ്റിപ്പട്ടം എന്തിയ 3 ഗജവീരന്മാർ അങ്ങ് നേരെ ഗ്രൗണ്ടിൽ നിന്ന് റോഡിലേക്ക് ഇറങ്ങി. എന്നിട്ട് ഒരാന തൊഴുത് നിൽക്കുന്നുണ്ടായിരുന്നു. സോ അതിൻ്റെ ഇടയിലും ചെണ്ടമേളവും കാര്യങ്ങളും എല്ലാ പരിപാടികളും നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ നമ്മുടെ ലൂയി ഗ്രൂപ്പിൻ്റെ പ്രൊമോഷൻ നമ്മൾ അതിഗംഭീരമാക്കി കൊണ്ടുപോകുന്നുണ്ട്. ഇതോ ബലൂണുകൾ പൊങ്ങി നിൽക്കുന്നത് കണ്ടു ഗൈസ്. സംഭവം ആന തല പൊക്കി നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ചന്തമാണ് ഗൈസ്. ആനച്ചന്തം എന്ന സിനിമയിൽ നമ്മുടെ ജയറാമിൻ്റെ വേഷം പറഞ്ഞ ആ ഒരു ലുക്ക് ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോഴാണ് ഗൈസ് എനിക്ക് മനസ്സിലായത്. സംഭവം കൊള്ളാം, വേറെ ലെവൽ ഐറ്റം. പിന്നെ ഇതൊന്നും അല്ല ഗൈസ്, നൈറ്റ് ഒരു പരിപാടിയുണ്ട്. എന്താണെന്നല്ലേ, നമ്മളെ ആനകളെല്ലാം കൂടെ നിരത്തിയിട്ടുള്ള കുടമാറ്റം. സത്യം പറഞ്ഞാൽ കുടമാറ്റം കാണാൻ വേണ്ടിയിട്ടും വെടിക്കെട്ട് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാവരും തൃശ്ശൂർ പൂരം വരുന്നതും. ഈ 2 സാധനമാണ് തൃശ്ശൂർ പൂരത്തിൽ ഏറ്റവും ഫേമസും. ആൾക്കാർ ആനപ്പുറത്ത് നിന്ന് ഇറങ്ങാൻ വേണ്ടി കഷ്ടപ്പെടുന്നത് കണ്ടോ ഗൈസ്. ഏതായാലും സംഭവം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ആനപ്പുറത്ത് കയറണമെങ്കിലും വേണം ഒരു ഭാഗ്യം. ഏതായാലും കുടയും സാധനങ്ങളൊക്കെ ഇറക്കി എന്നിട്ട് ആന നേരെ അങ്ങോട്ട് പോയി. അതിൻ്റെ ഇടയ്ക്കാണ് പുതിയൊരാൾ ഇവിടെ വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് വന്ന നാടോടിയാണെന്ന് തോന്നുന്നു ഗൈസ്. അവർ ചാട്ടയടിയും ബഹളമൊക്കെ ആയിട്ട് ഇവിടെ അതിഗംഭീരമായൊരു പരിപാടി നടത്താൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ച് വന്നതാണ്. സംഭവം കൊള്ളാം ഗൈസ്. ആദ്യം അരി വെച്ചൊക്കെ ഒരു ചെറിയ കലാപരിപാടികൾ അവർ നടത്താൻ നോക്കി, അരിയും മുറമൊക്കെ വെച്ചിട്ട്. എന്നിട്ട് ഇതിൻ്റെ കൂടെ തന്നെ ബോൾ വെച്ചിട്ട് ചെറിയൊരു കലാപരിപാടി ട്രൈ ചെയ്ത് നോക്കി. അത് കഴിഞ്ഞ് ഗൈസ് ഞെട്ടുന്നൊരു സംഭവം ഈ ആദ്യം ചെയ്തതൊക്കെ നമുക്ക് ഈ പറയുന്ന യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ പല മാജിക്കുകൾ കണ്ട് നമ്മൾ മടുത്തൊരു സാധനമാണ്. എന്നാൽ അവസാനം കാണിച്ചൊരു സാധനം വെറൈറ്റി ആയിരുന്നു ഗൈസ്. കത്തി വെച്ചിട്ട് കൈമുറിച്ച് ഗൈസ്. എന്നിട്ട് സ്വന്തം കയ്യിൽ നിന്ന് ബ്ലഡ് വരുന്നു ഗൈസ്.
വയറ്റിപ്പഴപ്പ് ജീവിക്കാൻ വേണ്ടിയിട്ട് ഓരോരുത്തർ വിടുന്ന പാട് എന്നെനിക്ക് ഇത് കണ്ടപ്പോൾ തോന്നിപ്പോയി ഗൈസ്. ഇതെല്ലാം കഴിഞ്ഞ് വീണ്ടും ഞാൻ പൂര ഗ്രൗണ്ടിലേക്ക് ചെന്നു. നമ്മുടെ ബലൂൺസും കാര്യങ്ങളും എല്ലാം ആയിട്ട് അപ്പോഴേക്കും ഒരാന മാത്രം തിടമ്പേറ്റി വരുന്നു ഗൈസ്. സംഭവം കാണാൻ നല്ല രസമുണ്ട്. ഒന്ന് വന്നാലും 1000 വന്നാലും. ഞാൻ ഒന്ന് സ്പീഡ് മോഷനിലിട്ട് ആദ്യം ഒന്ന് ഷൂട്ട് ചെയ്തായിരുന്നു. കാര്യം ആന പതുക്കെയാണ് വരുന്നതെങ്കിലും മൊത്തം കിട്ടണ്ടേ. ഏതായാലും സംഭവം കൊള്ളാം. ആ ആനയും തിരിച്ച് റോഡിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ക്ഷേത്രത്തിലേക്ക് നോക്കി തൊഴുത് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. സംഭവം തൊഴുത് നിൽക്കുന്നതാണോന്ന് അറിയത്തില്ല. ഏതായാലും തല പൊക്കി നിൽക്കുന്നുണ്ട്. തിടമ്പാണെങ്കിൽ അതിൻ്റെ മുകളിൽ കയറ്റി വെച്ചിട്ടുണ്ട്. സോ കാണാനതൊരു പ്രത്യേക ഭംഗിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ആദ്യമായിട്ട് കണ്ടതുകൊണ്ട് എനിക്ക് മാത്രം തോന്നിയതാണെന്ന് അറിയത്തില്ല. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും താഴെ കമൻറ്റ് ചെയ്യുക. അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ ഇവിടെ വട്ടം കൂടി നിൽപ്പുണ്ട് ഗൈസ്. ഒരുപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആൾക്കാർ. അതിൽ ഈ വെയിൽ പോലും അവഗണിച്ച് നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിൽ സുന്ദരികളുണ്ട്, സുന്ദരന്മാരുണ്ട്, ചേച്ചിമാരുണ്ട്, ചേട്ടന്മാരുണ്ട്, മാമന്മാരുണ്ട്, മാമിമാരുണ്ട്, അപ്പൂപ്പന്മാരുണ്ട്, അമ്മൂമ്മമാരുണ്ട്, കൊച്ചു പിള്ളേരുണ്ട്, എല്ലാവരും ഉണ്ട്. ഇതിൻ്റെ ഇടയിൽ ഫോട്ടോ എടുപ്പ് വീഡിയോ എടുപ്പും തകൃതിയായി നടക്കുന്നില്ല. അതിൻ്റെ ഇടയിൽ നമ്മുടെ പോലീസുകാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നുണ്ട് ഗൈസ്. ഇതിനിടയിലാണ് ഒരു സായിപ്പ് വന്നത്. ആ സായിപ്പിനെയും മദാമയും പിടിച്ചെടുത്ത് നമ്മളൊരു സെൽഫി അങ്ങ് കാച്ചി ഗൈസ്. സായിപ്പ് അല്ല, സത്യം പറഞ്ഞു കണ്ടു കഴിഞ്ഞാൽ സായിപ്പ് എന്ന് തോന്നുമെങ്കിലും ഇവർ രണ്ടുപേരും റഷ്യക്കാരാണ് ഗൈസ്. ഏതായാലും രണ്ടുപേരും നല്ല സഹകരിച്ചു നമ്മളോടൊന്ന് ഫോട്ടോ എടുക്കാനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വന്ന് ഫുഡ് കഴിച്ചു ഗൈസ്. ഫുഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറിൻ്റെ അങ്കാവടി ഏറ്റുപോയി തൃശ്ശൂർ പൂരത്തിൻ്റെ വെയിലടിച്ചിട്ട്. അങ്ങനെ നേരെ കുഴിമന്തിയായിരുന്നു ഗൈസ്. ആ ഫുഡ് ലാവിഷായിട്ട് അടിച്ച് പൊളിച്ച് കഴിച്ചിട്ട് നമ്മളടുത്ത് കിടന്ന് അവന്മാരെല്ലാം കൂടെ കിടന്ന് ഒരു ഉറക്കം ഉറങ്ങി ഗൈസ്. അവന്മാരെല്ലാം കൂടെ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് തന്നെ നമ്മളിവിടെ എത്തിയപ്പോഴേക്കും കുടമാറ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും അല്പം ഒന്ന് താമസിച്ചെങ്കിലും കുടമാറ്റം കാണണം, ഷൂട്ട് ചെയ്യണം എന്നൊരു ഉദ്ദേശമായിട്ട് പച്ചത്താടിയും വേറൊരു ഡ്രസ്സും ഇട്ട് നമ്മളെല്ലാവരും കൂടെ ഇറങ്ങി ഗൈസ്. ടീഷർട്ടൊക്കെ മാറ്റി. ഇനിയാണ് പാട്. നമ്മളെ മിസ്സായി കഴിഞ്ഞാൽ കണ്ടുപിടിക്കാൻ ഏറ്റവും വലിയ പാട്. സോ അകത്ത് കയറി കഴിഞ്ഞാൽ റേഞ്ചും കാര്യങ്ങളൊന്നും കാണത്തില്ല. അങ്ങനെ ഒരു കുഴപ്പമാണ് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ ഇവൻ സംസാരിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ ഇവൻ എന്നെ ആദ്യമായിട്ട് കണ്ടിട്ട് ഇല്ലെങ്കിൽ എൻ്റെ ഫാനും ഒന്ന് സംസാരിക്കുന്നത് പോലെയാണ്. എന്നാൽ ഇവൻ നമ്മളെ കൂടെ ഉള്ളതാണ് ഗൈസ്. എന്നെ ചെറുതായിട്ട് ഊക്കാൻ വന്നതാണ്. ഞാനും തിരിച്ച് ഊക്കി. അങ്ങനെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഊക്കി പോവുകയായിരുന്നു ഗൈസ്. ഏതായാലും എൻ്റെ പച്ചത്താടിയായിരുന്നു കേട്ടോ അവിടെ. ഏതായാലും ബാക്കിയുള്ളവർക്ക് ഒരു ഹൈലൈറ്റ് ഇല്ലെങ്കിൽ ഒരു അത്ഭുതം എന്നുള്ള രീതിയിൽ വെറൈറ്റി അല്ലേ ഗൈസ് നമ്മുടെ ഈ പുത്തൻ ഐഡിയ. അങ്ങനെ നമ്മൾ നേരെ പൂരത്തിൻ്റെ ഗ്രൗണ്ടിലേക്ക് എത്തി. നിങ്ങളിപ്പോൾ കാണുന്ന അതോ ചെറിയൊരു ഇത് കണ്ടോ, ഫുൾ ആൾക്കൂട്ടം. അവിടെയാണ് കുടമാറ്റം നടക്കുന്നത്. അങ്ങോട്ട് പോകുന്നത് എന്ന് പറയുന്നത് രണ്ടും കൽപ്പിച്ച് സാഹസികമായി ഹിമാലയം കയറുന്നത് പോലെ തന്നെയാണ് ഗൈസ്. അങ്ങനെ ഞാൻ എത്തിയപ്പോഴേക്കും കുടമാറ്റം ഏകദേശം പകുതിയായിരുന്നു. അങ്ങനെ പിന്നെ അങ്ങോട്ട് പോകണ്ട എന്ന് പറഞ്ഞു. കാര്യം പോയി കഴിഞ്ഞാൽ അവിടെ പെട്ടുപോകും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. അങ്ങനെ ബാക്കിയെല്ലാം കൂടെ നമ്മൾ ചുറ്റി കണ്ടു ഗൈസ്. ചുറ്റി കണ്ടിട്ടും കുടമാറ്റത്തിൻ്റെ ഒരു വീഡിയോ നമുക്ക് എടുക്കണമല്ലോ. അങ്ങനെ ഞാൻ പിന്നെ ജിഫിനോടും ബാക്കിയുള്ളവരോടും ഞാൻ പറഞ്ഞു, ഞാൻ പോയി എങ്ങനെയെങ്കിലും ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം എന്ന് പറഞ്ഞു. പിന്നെ വഴിയോരങ്ങളിൽ തന്നെ നമ്മുടെ വലിയ സ്ക്രീൻ വെച്ചിട്ട് ആ പൂരനഗരിയിലേക്ക് കറക്റ്റ് എത്താൻ പറ്റാത്തവർക്ക് പുറത്തുനിന്ന് കാണാനായിട്ട്, ആ റോഡിൽ നിന്ന് കാണാനായിട്ടുള്ള സൗകര്യവും പൂരം ഏജൻസിക്കാർ, അത് ഏജൻസിക്കാരല്ല നമ്മുടെ അവിടെയുള്ള നാട്ടുകാരായിരിക്കാം, ഇല്ലെങ്കിൽ ദേവസ്വം ബോർഡുകാരായിരിക്കാം, അവർ റെഡിയാക്കിയിട്ടുണ്ട്. ഏതായാലും അതിൻ്റെ ഇടയിൽ പരസ്യമുണ്ട് ഗൈസ്. സംഭവം നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ. അങ്ങനെ മൊത്തത്തിൽ നല്ല കളർഫുള്ളായിരുന്നു, നല്ല തിരക്കുള്ള സമയമായിരുന്നു, ഇഷ്ടംപോലെ ആൾക്കാരുണ്ടെന്ന് കാണാനും പ്രത്യേക വൈബുള്ള ടൈമായിരുന്നു നമ്മുടെ തൃശ്ശൂർ പൂരം. അങ്ങനെ പിന്നെ വേറെ ഒന്നും നോക്കിയില്ല. ഞാൻ രണ്ടും കൽപ്പിച്ച് നേരെ കുടമാറ്റം നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴേക്കും ഞാൻ നോക്കിയപ്പോൾ ഒരു ആന ഇങ്ങോട്ട് വരുന്നു ഗൈസ്. നെറ്റിപ്പെട്ട സാധനങ്ങളും എല്ലാം ഉണ്ട്. സംഭവം ഇനി എല്ലാം കൂടെ തീർന്നിട്ട് വരുന്നതാണോ എന്ന് എനിക്ക് ആദ്യം ഒരു ഡൗട്ട് കത്തിയെങ്കിലും ഒന്ന് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നിന്ന് അതിൻ്റെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തു. സംഭവം വേറെ ലെവൽ ഗൈസ്. നേരിട്ട് കാണാനായിട്ട് ഈ നെറ്റിപ്പട്ടമൊക്കെ എന്ത് ആന ഇതേപോലെയൊക്കെ കൊണ്ടുവരുന്നത് കാണാൻ വെറൈറ്റി ലുക്കാണ് ഗൈസ്. പിന്നെ ആന വന്നടങ്ങി കഴിഞ്ഞാൽ നമ്മൾ തീർന്നു കേട്ടോ. ആന ചവിട്ടി കൊല്ലിൽ നിന്നില്ലെങ്കിൽ ഈ ഓടുന്ന ആൾക്കാരുടെ ചവിട്ടുകൊണ്ട് നമ്മൾ ചാവും. അത് വേറെ സത്യം. ആന ഒരു ചെറിയ ജീവിയല്ല ഗൈസ്. ആന സത്യത്തിൽ ചെറിയ ജീവിയല്ല, വലിയ ജീവി തന്നെയാണ്. ഏതായാലും ഇതിൻ്റെ ഇടയിൽ ഞാൻ എൻ്റെ പച്ചത്താടിയും കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കറങ്ങുന്നുണ്ട്. സോ അതിൻ്റെ ഇടയിൽ ലോറിക്കാർ കൊണ്ടുപോകുന്നത് ആദ്യം എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല എങ്കിലും പിന്നീട് എനിക്ക് കാര്യം മനസ്സിലായി. സംഭവം വേറെ ഒന്നുമില്ല, കുടമാറ്റത്തിന് ഉപയോഗിച്ച സാധനങ്ങളാണ് ഗൈസ് ഈ കൊണ്ടുപോകുന്നത്. പ്ലോട്ട് കാര്യങ്ങൾ, കുടകൾ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അങ്ങനെ കുടമാറ്റം കഴിഞ്ഞെന്ന് ഏകദേശം എനിക്ക് ഉറപ്പായത് ഇതും കൂടെ കണ്ടപ്പോഴാണ് ഗൈസ്. വീണ്ടും വരുന്നു രണ്ടാനയൊക്കെ ഒരുമിച്ച് വരുന്നതല്ലേ നിങ്ങൾ കണ്ടിട്ടുള്ളൂ. ഇതൊന്നും ഒന്നുമല്ല ഗൈസ്. ഇനിയാണ് നമ്മൾ കാണാൻ പോകുന്ന മെയിൻ ഐറ്റം. സംഭവം ഇതേപോലുള്ള സ്ഥലങ്ങളിൽ നിന്നിട്ട് കാര്യമില്ല. കാര്യം ഇവിടെ നിന്ന് പോവും. പക്ഷേ ബാക്കിൽ നോക്ക് ഗൈസ്, ഈ ആന വരുന്നതിൻ്റെ തൊട്ട് പുറകിലായിട്ട് അടുത്ത് വരുന്ന ഗൈസ് എത്ര ആന എന്ന് നോക്ക് ഗൈസ്. 5 ആന, 5 എണ്ണം നിരന്ന് വരുന്നത് കണ്ടോ. അതൊരു പ്രത്യേക വൈബായിരുന്നു ഗൈസ്. ഇത്ര അടുത്ത്, അത് ക്യാമറയിൽ കാണുന്നത് പോലെയല്ല നേരിട്ട് കാണാൻ ഒരു പ്രത്യേക വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അടിപൊളി വൈബായിരുന്നു. ഏതായാലും ഈ ഒരു പൂരം ആദ്യമായിട്ട് വന്നതാണെങ്കിലും, അതായത് പൂരം ആദ്യമായിട്ട് വന്നതല്ല, പൂരം കാണാൻ ഞാൻ ആദ്യമായിട്ട് വന്നതാണെങ്കിലും സംഭവം എനിക്ക് വല്ലാണ്ടങ്ങ് ഇഷ്ടം. ഇതൊരു പ്രത്യേക വൈബുള്ള സ്ഥലമാണ്, 100% ഗ്യാരണ്ടി. നേരെ അകത്തോട്ട് വന്നപ്പോൾ തിരക്ക് കൂടി ഗൈസ്. തിരക്ക് കൂടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്നെ കണ്ടു കഴിഞ്ഞാൽ വലിയ തിരക്കില്ലാത്ത പോലെയൊക്കെ തോന്നും. ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ചെറിയൊരു വീടുണ്ട്, കുറച്ചുകൂടെ ഒന്ന് അകത്തോട്ട് പോകേണ്ട ഒരു ആവശ്യമുണ്ട്.
ഓക്കെ. അതിന് മുമ്പേ തൊട്ടടുത്തേക്ക് എത്തിയപ്പോഴേക്കും നമ്മുടെ ആനകളുടെ മുകളിൽ വെച്ചിട്ട് അവർ കുടമാറ്റം അല്ലെങ്കിൽ ഈ സാധനം മാറ്റി മാറ്റി കാണിക്കുമല്ലോ, അതിൽ വെച്ചിരുന്ന ഒരു ഐറ്റമാണിത്, അമ്പും ബില്ലും അങ്ങനെയുള്ള സാധനങ്ങൾ. സോ കളർ ലൈറ്റ്, LED ലൈറ്റ് ഇപ്രാവശ്യം നല്ല അതിഗംഭീരമാക്കി അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. സോ അതും കാണാൻ പറ്റി. അതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തു ഗൈസ്. എന്നിട്ട് അവിടെ നിന്ന് നേരെ അടുത്ത് കറങ്ങി നേരെ ചെന്നറിയാൻ കൊടുത്തത് നമ്മുടെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലേക്ക് ഓപ്പോസിറ്റ്, അതായത് റോഡിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് തിരിച്ചു നിർത്തിക്കുന്ന കുറച്ച് ആനകളുണ്ട് ഗൈസ്. അതിൻ്റെ അടുത്തേക്ക് പോകാൻ നോക്കിയപ്പോൾ നല്ല തിരക്ക്. അതിനേക്കാളും വലുതെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ ചൂട്. കാര്യം ഇത്രയും ആൾക്കാർ കൂടി തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ കാറ്റുമില്ല, ഒന്നുമില്ല, ഒടുക്കത്തെ ചൂട്. അവിടെ എത്തി ഞാൻ സത്യം പറഞ്ഞാൽ ബ്ലോക്കായി എന്ന് വേണം പറയാൻ. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറയിൽ കറക്റ്റ് കിട്ടിയിട്ടില്ല. കാര്യം എൻ്റെ ക്യാമറ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാംസങ് S20 FE ആണ്. സോ ഒരു ഐഫോണോ DSLR ഉണ്ടായിരുന്നെങ്കിൽ വേറെ ലെവലിൽ നമുക്ക് എടുക്കായിരുന്നു എന്നെനിക്ക് തോന്നിയൊരു സമയമാണ് ഗൈസ് ആ ഒരു സമയം. ഏതായാലും സംഭവം ഇവിടെ ഞാൻ ഇപ്പോൾ ലോക്കാണ്. ഞാൻ ചിരിച്ചുകൊണ്ട് നിൽക്കുന്നെങ്കിൽ അങ്ങോട്ടും പോകാൻ പറ്റത്തില്ല, ഇങ്ങോട്ടും പോകാൻ പറ്റത്തില്ല. പിന്നെ കുറച്ചുകൂടെ ഒന്ന് ഇഴഞ്ഞ് പറക്കി ഒരു തള്ളി അങ്ങോട്ടൊക്കെ ഞാൻ എത്തി കുറച്ചുകൂടി ഒന്ന് ആനയുടെ അടുത്തേക്ക്. പക്ഷേ ഇവിടെ എത്തിയപ്പം മൊത്തത്തിൽ ബ്ലോക്കായി ഗൈസ്. ശ്വാസം മുട്ടുന്ന രീതിയിലുള്ള തിരക്കായിരുന്നു, തള്ളലും ഉന്തലും ബഹളവും. ഇടയ്ക്ക് പോയി പെട്ട് കഴിഞ്ഞാൽ പെട്ടതാണ് ഗൈസ്. പെൺപിള്ളേരാണെങ്കിൽ അവരുടെ കാര്യം തീരുമാനമായി എന്ന് കണക്കാക്കിയത്. പിന്നെ അതായത് ഇവിടെ ആണെങ്കിൽ പോലീസുകാർ വേലയിൽ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ കുറച്ച് പ്ലോട്ടും കാര്യങ്ങളൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതായത് ഈ കുടമരത്തിന് വേണ്ടി ഉപയോഗിച്ചത്. ആ വേലി ചാടിയും കുറേ ആൾക്കാർ പോകുന്നുണ്ട്. പിന്നെ എനിക്കും വേറെ വഴിയൊന്നും കിട്ടാത്തതുകൊണ്ടും അവിടെ ഇരിക്കുന്ന പോലീസുകാർ ഇതൊക്കെ കണ്ടിട്ടും വേറെ ഒന്നും പറയാത്തതുകൊണ്ടും വേറെ എന്ത് ചെയ്യാനാ, അത് പോയിട്ട് നിങ്ങൾ അങ്ങോട്ട് കണ്ടോ ഗൈസ്. അത് ക്ഷേത്രത്തിൻ്റെ തൊട്ടടുത്തുള്ള നടയാണ് ഗൈസ്. അവിടെ ഉറുമ്പ് പോലെ കാണുന്ന ആൾക്കാരെ കണ്ടോ, അത് മൊത്തം ആൾക്കാരാണ് ഗൈസ്. അതിൻ്റെ ഇടയിൽ അങ്ങനെ പോയി കഴിഞ്ഞാൽ ശ്വാസം കിട്ടാതെ ചാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സംഭവം കുടമാറ്റം എല്ലാം കഴിഞ്ഞെങ്കിലും ആനകൾ എല്ലാം പോയിട്ടില്ല. അതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നം. അങ്ങനെ ഒരുവിധം അതും ഇതും മറ്റതും മറിച്ചതും എല്ലാം ചാടി ഞാൻ അപ്പുറത്തേക്ക് എത്തിയപ്പോഴായിരുന്നു ഗൈസ് കാഴ്ച. ഈ ഒരു കാഴ്ച സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൊബൈലിലോ എൻ്റെ ഈ മൊബൈൽ സ്ക്രീനിലോ മൊബൈൽ ക്യാമറയ്ക്കോ സത്യമായിട്ട് പറഞ്ഞാൽ കൃത്യം ഭംഗിയോടുകൂടി പകർത്താൻ പറ്റിയിട്ടില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഈ ഒരു കാഴ്ച അത് നേരിട്ട് കാണേണ്ട ഒരു കിടിലൻ കാഴ്ച തന്നെയാണ് ഗൈസ്, അതിന് ഒരു സംശയവുമില്ല. ഇത്രയും ആനകൾ ഒരുമിച്ച് ഇങ്ങനെ നിറഞ്ഞ് നെറ്റിപ്പട്ടവും അതിൻ്റെ കൂടെ കുടയും കാര്യങ്ങളും എല്ലായിട്ടും നിൽക്കുന്നത് നേരിട്ട് കാണേണ്ട ഒരു കാഴ്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു അതിഗംഭീര കാഴ്ചയായിരുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ക്യാമറയിൽ കറക്റ്റ് കിട്ടിയിട്ടില്ല. ക്യാമറയിൽ കുറച്ചുകൂടെ സ്ക്രീന് ചെറുതാക്കി ദൂരം കൂട്ടിയാണ് കാണിക്കുന്നത്. കുറച്ചുകൂടി അടുത്താണ് ഗൈസ് ഞാൻ നിൽക്കുന്നത്. അത് കണ്ണുകൊണ്ട് കാണേണ്ട കാഴ്ചയാണ്. ഞാൻ ഇത്രയും അടിപൊളി ഒരു കാഴ്ച ലൈഫിൽ ആദ്യമായിട്ടാണ് കാണുന്നത്. പക്ഷേ ഇനി മിസ്സാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി തൃശ്ശൂർ പൂരത്തിന് വരാനുള്ള ചാൻസ് ഉണ്ട്. സോ അപ്പോൾ ഇനിയും പലതവണ കാണാനുള്ള ചാൻസ് ഞാൻ കാണുന്നുണ്ട് ഗൈസ്. അതെല്ലാം കഴിഞ്ഞ് നേരെ അവിടെ നിന്ന് ഇറങ്ങി ഗൈസ്. ആനകളെല്ലാം നേരെ പോലീസുകാർ ഇടപെട്ടിട്ടാണോ ഇനി എങ്ങനെയാണെന്ന് അറിയില്ല, അതോ അല്ലാതെയാണോ എന്ന് അറിയത്തില്ല. അതിൽ ആനകളെല്ലാം പോയി. പിന്നെ ഞാനും അവിടെ നിന്ന് ഇറങ്ങി. ഫുള്ള് പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ കാക്കിപ്പട ഫുള്ള് പോലീസാണ് ഗൈസ്. ഇത് പോലീസിൻ്റെ ക്യാമ്പും കൺട്രോൾ റൂമും സാധനങ്ങളൊക്കെയാണ് ഗൈസ്. സംഭവങ്ങളെല്ലാം കൊള്ളാം. അങ്ങനെ പിന്നെ അവിടെ നിന്ന് ഇറങ്ങേണ്ട ഒരു അവസ്ഥയായി. അവിടെ നിന്ന് പിന്നെ ഞാൻ ഇറങ്ങി ഗൈസ്. അങ്ങനെ ഇതുവരെയുള്ള പരിപാടികളെല്ലാം കഴിഞ്ഞ് നേരെ ഒരു ഐസ്ക്രീം കുടിച്ച് നമ്മൾ അടുത്ത് നേരെ പ്ലാൻ ചെയ്യുകയാണ്. എന്തിനു പോകാൻ വേണ്ടിയിട്ട്? നമ്മുടെ രാത്രിയിലെ വെടിക്കെട്ട് കാണാനായിട്ട്. ഐസ്ക്രീം വാങ്ങാൻ വേണ്ടി എത്തിയപ്പോൾ 2 ചേട്ടന്മാരവിടെ ഉണ്ടായിരുന്നു. ഐസ്ക്രീം വിൽക്കുന്നതാണ്. സോ മൊത്തത്തിൽ 3 പേരുണ്ട്. അതിൽ 2 പേർക്ക് എൻ്റെ താടി ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. സോ താടിയെക്കുറിച്ച് ചർച്ച ചെയ്തു, നമ്മുടെ നാടിനെക്കുറിച്ച് ചർച്ച ചെയ്തു, പൂരത്തെക്കുറിച്ച് ചർച്ച ചെയ്തു. സംഭവം താടി വളരെ അടിപൊളിയായിട്ടുണ്ടെന്ന് അവർ 2 പേരും പറഞ്ഞു കേട്ടോ. പിന്നെ സൗണ്ട് കാണിക്കാത്തത് വേറെ ഒന്നുമില്ല, സൗണ്ട് മൊത്തത്തിൽ കുളമാണ് ഗൈസ്. അതിൻ്റെ കൂടെ കണ്ണ് കാണാൻ പറ്റാത്ത കുറച്ച് പേര് അവിടെ ഉണ്ടായിരുന്നു പാട്ട് പാടുന്നത്. അതായത് അവർ ചാരിറ്റിക്ക് വേണ്ടിയോ എന്തിനു വേണ്ടിയോ നടത്തുന്നൊരു പരിപാടിയാണത്. അതിൻ്റെ കൂടെ ഐസ്ക്രീമിൽ നിന്ന് ഇങ്ങനെ രാത്രി തൃശ്ശൂർ പൂരത്തിൻ്റെ അടുത്ത് കൂടി ആ ഗ്രൗണ്ടിൻ്റെ അടുത്തുള്ള റോഡിൽ കൂടിയൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക വൈബാണ് ഗൈസ്. പോലീസുകാരൊക്കെ പോകുന്നത് കണ്ടോ, എൻ്റെ പച്ചത്താടി എല്ലാവരും നോക്കുന്നുണ്ട് ഗൈസ്. എന്നെ പൊക്കിക്കൊണ്ട് പോവോ ഇല്ലയോ എന്നൊന്നും എനിക്കറിയത്തില്ല. ഏതായാലും പോലീസ് പിടിച്ചാലും പിടിച്ചില്ലെങ്കിലും ഞാൻ തിരിച്ച് നാട്ടിലെത്തും. അത് എനിക്കുള്ള കോൺഫിഡൻസാണ് ഗൈസ്. അങ്ങനെ പിന്നെ നേരെ അവിടെ നിന്ന് പോയപ്പോഴും ഇടയ്ക്കിടയ്ക്കൊക്കെ ആനകൾ അവിടെ നിന്ന് ഇവിടെ നിന്നൊക്കെ വരുന്നുണ്ട്. വീണ്ടും തിരക്ക് കൂടി, പ്രത്യേകിച്ച് ലേഡീസ് അവരുടെ എണ്ണം കൂടി. അങ്ങനെ പിന്നെ ഞാൻ നമ്മുടെ പയ്യന്മാരെല്ലാം കണ്ടുപിടിച്ചു. നമ്മുടെ ജിഫിൻ്റെ കുറച്ച് റിലേറ്റീവ്സാണിത്. സോ അവരെല്ലാവരെയും കണ്ടുപിടിച്ച് നേരെ എന്നിട്ട് വീണ്ടും ഒരു ഐസ്ക്രീം കഴിച്ചു ഗൈസ്. ഫുൾ ഐസ്ക്രീം തിന്ന് തൊണ്ടയെല്ലാം കൂടെ അടപ്പളവും എന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. കാര്യം ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് തൃശ്ശൂർ പൂരവും കഴിഞ്ഞ് വന്ന് വീണ്ടും ഒരു പനിയും കഴിഞ്ഞ് 3-4 ദിവസത്തെ റെസ്റ്റും കഴിഞ്ഞാണ് ഗൈസ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. വെടിക്കെട്ട് കാണാൻ പറ്റിയില്ല എന്ന് വേണമെങ്കിൽ പറയാം. സംഭവം വേറെ ഒന്നുമല്ല, വെടിക്കെട്ട് 3 മണിക്ക് നടത്തേണ്ടത് അവിടെ ചില പ്രശ്നങ്ങൾ കാരണം മാറ്റി വെച്ചു. എല്ലാവരും ന്യൂസിലൂടെയും വീഡിയോയിലൂടെ അറിഞ്ഞു കാണുമായിരിക്കും. അങ്ങനെ തിരിച്ച് ഞാൻ റെയിൽവേ സ്റ്റേഷനിലെത്തി. അങ്ങനെ ട്രെയിൻ നോക്കി നിന്നപ്പോൾ കാണാൻ തള്ളേ വെടിക്കെട്ട് 7:30 എന്തോ ആയപ്പോൾ അതാ വെടിക്കെട്ടിൻ്റെ സൗണ്ട് കേൾക്കുന്നു. പിന്നെ ഓടി നേരെ റെയിൽവേ പാളത്തിൻ്റെ മേളിലുള്ള റെയിൽവേ ബ്രിഡ്ജിലും കയറി അവിടെ എത്തിയപ്പോൾ നമുക്ക് ദൂരെ നിന്ന് കാണാൻ ഗൈസ് വെടിക്കെട്ട്. രാത്രി അടിപൊളി കാണേണ്ട ഒരു കിട്ടുക്കാച്ചി
കേരളത്തിൻ്റെ തന്നെ ഒരു അടിപൊളി ഐറ്റമായ വെടിക്കെട്ട് പട്ടാപ്പകൽ ഈ പകൽ വെളിച്ചത്തിൽ സൂര്യനെല്ലാം ഉദിച്ച് നിൽക്കുന്ന ഈ ടൈമിൽ നടത്തുന്നു. ഗതികേട് തന്നെയല്ലേ ഗൈസ്. ആരൊക്കെ തമ്മിലുള്ള പ്രശ്നമായാലും ശരി, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും നല്ലൊരു ആഘോഷം കുളമാക്കിയവന്മാരെ തലയിൽ ഇടുത്തിയല്ല, അതിൻ്റെ മേളിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടെ വന്ന് വീണേ എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പിന്നെ വെടിക്കെട്ടിൽ അപകടങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസുകളുണ്ട്. സംഭവം എല്ലാം ശരിയാണ്. എന്നാൽ അപകടമില്ലാത്ത രീതിയിൽ നല്ല അടിപൊളിയായിട്ട് ചെയ്യാനും നമ്മുടെ കേരള ഗവൺമെൻറ്റിനെ കൊണ്ടും കേരളത്തിലെ ജനങ്ങളെ കൊണ്ടും സാധിക്കും എന്നതിന് ഒരുപാട് ഉദാഹരണങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇന്ന് നടക്കുന്ന പല പല വെടിക്കെട്ടുകളും. സോ അങ്ങനെ തൃശ്ശൂർ പൂരത്തിലെ 2024 തൃശ്ശൂർ പൂരത്തിലെ വെടിക്കെട്ട് മൊത്തത്തിൽ ജിയ ജലേ ജാ ജലേ. സോ ഗൈസ്, അങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ ഈ പച്ച താടിയും കൊണ്ട് നിൽക്കുന്ന ഒരു വെറൈറ്റി വൈബായിരുന്നു. മിക്കവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഒരു രസം അല്ല എന്ന് പറയാൻ. അവിടെ നേരെ ഒരു ചായയും കുടിച്ച് നേരെ ഇറങ്ങി നേരെ ട്രെയിൻ തിരിച്ച് കയറി ഞാൻ എൻ്റെ നാട്ടിലേക്ക് എത്തി ഗൈസ്.